ഗൈസ് ഇന്ന് വാവയുടെ പുതിയ ഇലക്ട്രിക് ബ്രഷിൽ ബ്രഷ് ചെയ്യാൻ പോവാണ് വാവ ആദ്യമായിട്ട്. വിൽ സീ ദി എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും. വാവ യൂസ് ചെയ്യുന്ന പേസ്റ്റ് ഇതാണ് സെൻസോഡൈൻ. ഹലോ ഫ്രണ്ട്സ്, പണ്ട് ഞാനൊക്കെ സ്വന്തമായിട്ട് ബ്രഷ് ചെയ്ത് തുടങ്ങിയൊരു സമയമുണ്ടായി. ആ ഒരു ടൈമിൽ നമ്മുടെ അമ്മമാർ മിക്കവരും പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് ആയിരിക്കും, പല്ല് ക്ലീൻ ആയില്ലെങ്കിൽ ഫുഡ് ഇല്ല മോനെ എന്നുള്ളത്. ശരിയല്ലേ? അതുപോലെ തന്നെ ഫുഡ് തരുന്നതിന് മുമ്പ് നമ്മുടെ പല്ല് അവരൊന്ന് ചെക്ക് ചെയ്യും. അഥവാ അത് ക്ലീൻ ആയിട്ടില്ലെങ്കിൽ അവരുടെ വക ഒരു പ്രയോഗമുണ്ട്. അതും പേസ്റ്റും ബ്രഷും വെച്ചൊന്നും അല്ല, നല്ല കറാന്നിരിക്കുന്ന ഉമ്മിക്കരിച്ചൊരു തേപ്പുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഞാൻ എന്താ പറയുന്നതെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇപ്പം ഞാൻ ഈ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും ആ ടൈമിനെ കുറിച്ചൊന്നും ഓർത്തില്ലേ? ഓർത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എസ് എന്നൊന്ന് കമന്റ് ചെയ്തു. ഈവനിങ് ഞങ്ങളുടെ ക്രിക്കറ്റ് ടീമായ യുണൈറ്റഡ് സിസിയുടെ ജേഴ്സി ലോഞ്ച് ഉണ്ടായിരുന്നു. പ്ലേയേഴ്സിന് മാത്രമല്ല, ജേഴ്സി എല്ലാ പ്ലേയേഴ്സിന്റെ കുട്ടികൾക്കും ഉണ്ടായിരുന്നു. നമ്മൾ പ്രവാസികൾ ജോലി കിട്ടുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് ടീമിൽ മെമ്പർ ആയിട്ടുണ്ടാവും അല്ലേ? കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ അങ്ങോട്ടുള്ള ഒരു ടീമാണ് യുണൈറ്റഡ് സിസി. പക്ഷേ ഇപ്പൊ വാവക്കുട്ടനുള്ളതുകൊണ്ട് വീക്കെൻഡിൽ കളിക്കാൻ പോകുന്ന കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടീം ക്യാപ്റ്റനായ ഫവാസൊക്കെയാണ് എനിക്ക് ആദ്യമായിട്ട് ബ്ലോഗിങ് ചെയ്യാനുള്ള ഒരു ഐഡിയ പറഞ്ഞത്. ആൻഡ് ഇറ്റ്സ് വർക്ക്സ്. എനിവേ, വീട്ടിലെത്തി വാവയുടെ ജേഴ്സി കിട്ടിയപ്പോഴത്തേക്കും വാവക്കുട്ടൻ ഹാപ്പി ആയി. സോ ഗൈസ്, ടാറ്റാ.